ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് നിതിൻ എം എസ്. എല്ലാവർക്കും സുഖമാണോ? ഓക്കെ, നല്ല ദിവസമായിരിക്കട്ടെ എല്ലാവർക്കും. ഇന്നത്തെ നമ്മുടെ ഈ ഒരു ടോപ്പിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം അറൗണ്ട് ഒരു 90% ആൾക്കാർക്ക് ഉണ്ടാകുന്നൊരു കാര്യമാണ് വിയർപ്പിൻ്റെ ദുർഗന്ധം അകറ്റാനായിട്ട് കുറേ നാച്ചുറലായിട്ടുള്ള ടിപ്സ് ഉണ്ട്. മെയിനായിട്ട് ഡിയോഡ്രൻ്റാണ് യൂസ് ചെയ്യാറുള്ളത്. ചില ആൾക്കാർ അത്രയൊക്കെ യൂസ് ചെയ്യും, ചില ആൾക്കാർ ഊതി യൂസ് ചെയ്യും. പക്ഷെ എന്നിരുന്നാൽ പോലും കൂടുതലായിട്ട് നമുക്കത് 24 hours ഒന്നും പിടിച്ചു നിർത്താൻ കഴിയത്തില്ല. നമ്മൾ സാധാരണ അത്ര യൂസ് ചെയ്താലും അതിൻ്റെ മണം ചിലപ്പോൾ നിൽക്കണമെന്നൊന്നുമില്ല. എന്നിട്ട് നമ്മുടെ ബോഡിയിലെ ചില മാറ്റങ്ങൾ നാച്ചുറലായിട്ടുള്ള മെത്തേഡിൽ ചില കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബോഡി ഓർഡറിനെ കുറയ്ക്കാനാകും. അന്നേരം ഇന്ന് നാച്ചുറലായിട്ടുള്ള കിഡുമായിട്ടുള്ള നല്ല സിമ്പിളായിട്ടുള്ള സൈഡ് എഫക്ട്സ് ഒന്നുമില്ലാത്ത കുറച്ച് ടിപ്സുകളാണ്. അന്നേരം തുടങ്ങാമല്ലേ? തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഈ ചാനൽ കണ്ടിട്ട് ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിന് ആർക്കെങ്കിലും ഉപകാരപ്പെടും നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക. അതുമാത്രം പോരാ, എൻ്റെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ഒരു മണി ഉണ്ടല്ലേ, ആ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ, അത് പ്രസ് ചെയ്തിട്ട് അതിനകത്ത് നോട്ടിഫിക്കേഷൻ ഓൾ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അന്നേരം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. എനിവേ ലെറ്റ്സ് സ്റ്റാർട്ട്. ഇതിൽ ആദ്യത്തെ ടിപ്പാണ് ഫെന്നൽ സീഡ്. ഫെന്നൽ സീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീരകം ഉണ്ടല്ലോ, ജീരകം 1 ടീസ്പൂൺ എടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ചതയ്ക്കുക. നമ്മളുടെ 2 ഗ്ലാസ് വെള്ളം എടുക്കുക. ഓക്കെ, 2 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അത് നല്ലതായിട്ടൊന്ന് ബോയിൽ ചെയ്യുക. അതിനകത്തേക്ക് 1 സ്പൂൺ ക്രഷ് ചെയ്ത് നമ്മളുടെ ഫെന്നൽ സീഡ്, നമ്മുടെ ജീരകത്തിൻ്റെ പൊടി ഇടുക. അതൊരു 10 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം അത് നല്ലതായിട്ട് ഒരരിപ്പെടുത്ത് ഒന്ന് ഡ്രെയിൻ ഔട്ട് ചെയ്ത് ഒരു ഗ്ലാസ്സിനകത്തേക്ക് മാറ്റുക. എന്നിട്ട് അതിനകത്ത് ഇത് ഓപ്ഷണലാണ്, ഹണി ഒഴിക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടേസ്റ്റിന് വേണ്ടി 1 സ്പൂൺ തേൻ വെള്ളം ഒഴിക്കാം. ഇത് നമ്മളുടെ ഡെയിലി രാവിലെ വെറും വയറ്റിൽ കഴിക്കാം. ഡെയിലി കഴിക്കുക. നിങ്ങൾ ഒരാഴ്ച യൂസ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ നിങ്ങൾക്ക് ഓവറായിട്ടുള്ള സെക്രീഷൻ, അതായത് ഈ വിയർപ്പ് കൂടുന്നതും പിന്നെ അതുകൊണ്ട് തന്നെ നമ്മുടെ വിയർപ്പിൻ്റെ ഓർഡർ ഡിക്രീസ് ചെയ്യാനും എല്ലാം ഇത് സഹായിക്കുന്നതായിരിക്കും. രണ്ടാമത്തെ ഒരു ടിപ്പാണ് നാരങ്ങ ഉണ്ടല്ലോ. നാരങ്ങ വെച്ച് ഒരുപാട് രീതികളുണ്ട്. അതിന് പെട്ടെന്ന് ആ രീതികളെല്ലാം എന്ന് ഞാൻ പറഞ്ഞേക്കാം. നമ്മുടെ നാരങ്ങ, ഒരു ചെറുനാരങ്ങ എടുത്തിട്ട് അത് ഹാഫായിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് അതിനകത്ത് കുറച്ച് ഉപ്പ്, പൊടിയുപ്പ് ജസ്റ്റ് ഒന്ന് മുക്കുക. പൊടിയുപ്പ് മുക്കിയതിന് ശേഷം നിങ്ങളുടെ അണ്ടർ ആംസിൽ നല്ലതായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. എവിടേക്കാണോ വിയർപ്പുള്ള അവിടെ നല്ലതായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് കഴുകിക്കളയുക. ഓക്കെ, ഇതും നിങ്ങൾക്ക് ഡെയിലി ചെയ്യാവുന്നതാണ്. അടുത്ത ഇതേ രീതിയിൽ തന്നെ ഒരു ടിപ്പാണ്, നിങ്ങൾ ഒരു ചെറുനാരങ്ങ കട്ട് ചെയ്തിട്ട് ഉപ്പിന് പകരം ബേക്കിംഗ് സോഡയിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്യുക. ഓക്കെ, നമ്മുടെ ബേക്കിംഗ് സോഡയിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ അണ്ടർ ആംസിലോ എവിടെയാണോ വിയർപ്പ് കൂടുതൽ, വിയർപ്പിൻ്റെ ദുർഗന്ധം ഉള്ളത് അവിടെ നിങ്ങൾ നല്ലതായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. ഈ ബേക്കിംഗ് സോഡ ഇത് 5 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. അതിനുശേഷം നല്ല രീതിയിൽ കഴുകിക്കളയുക. അടുത്തൊരു മിറാക്കിൾ ടിപ്പാണ്, റോസ് വാട്ടർ കുറച്ചെടുക്കുക. ഒരു 3 ടേബിൾ സ്പൂൺ റോസ് വാട്ടർ വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ ആപ്പിൾ സിഡാർ വിനെഗറും കൂടി മിക്സ് ചെയ്യുക. എന്നിട്ട് ഇത് ജസ്റ്റ് ഒരു കുപ്പിക്കകത്ത് നിങ്ങൾ ആക്കി വെച്ചതിന് ശേഷം കഴിഞ്ഞിറങ്ങുന്ന ശേഷം ജസ്റ്റ് ഒരു വട്ടം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അത് പിന്നെ നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, തുടയ്ക്കുകയൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല ബെസ്റ്റായിട്ടുള്ളൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ ഓർഡർ കുറയ്ക്കുന്നത് അല്ലാതെ, അതായത് സ്മെല്ല് കുറയ്ക്കുന്നത് കൂടി അല്ലാതെ നിങ്ങളുടെ ഓവറായിട്ടുള്ള പോർസിൽ നിന്നുള്ള സ്വെറ്റെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറയ്ക്കും. വിയർപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നല്ല രീതിയിൽ കുറയ്ക്കുന്നതായിരിക്കും. ഇതൊരിതാണ് ടൊമാറ്റോ വെച്ചുള്ള ഒരിതാണ്. ഒരു ടൊമാറ്റോ നിങ്ങൾ ക്രഷ് ചെയ്തെടുക്കുക. അതിൻ്റെ ജ്യൂസ് എടുക്കുക, ടൊമാറ്റോയുടെ, തക്കാളിയുടെ ജ്യൂസ് എടുത്തതിന് ശേഷം അതിനകത്തേക്ക് നമ്മുടെ ഒരു ചെറുനാരങ്ങയുടെ ഹാഫ് മാത്രം പിഴിഞ്ഞൊഴിക്കുക. ഇത് നിങ്ങളുടെ അണ്ടർ ആംസിലോ അല്ലെന്നുണ്ടെങ്കിൽ വിയർപ്പുള്ളെടുത്തോ നിങ്ങൾ തേക്കുക. 10 മിനിറ്റ് വെച്ചതിന് ശേഷം കഴുകിക്കളയുക. ഇതും നല്ല ബെസ്റ്റായിട്ടുള്ള ഒരു ബെറ്റർ റിസൾട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഇതിന് ശേഷം നിങ്ങൾ കുളിക്കാം. കുളിച്ച് കഴിഞ്ഞിട്ട് സാധാരണ ടവൽ ഡ്രൈ ചെയ്താൽ മതി. അതിന് ശേഷം തേക്കാൻ പാടില്ല, കുളിക്കുന്നതിന് മുന്നേ ഒരു 10 മിനിറ്റ് മുന്നേ ഇത് തേക്കുക. അടുത്ത ടിപ്പാണ്, ഇത് മെയിനായിട്ട് എല്ലാവരും ചെയ്തിരിക്കേണ്ടതാണ്. നിങ്ങളുടെ ടവലുണ്ടല്ലോ, എല്ലാ ആൾക്കാരും ചെയ്യാത്തൊരു കാര്യമാണിത്. നിങ്ങളുടെ ടവൽ ഒരു 2 to 3 വട്ടം കഴിഞ്ഞതിന് ശേഷം ഒന്നെങ്കിൽ ഒന്ന് വാഷ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് മാറ്റുക. അതായത് 2 ടവൽ നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്യാൻ ശ്രമിക്കുക. 2 ടവൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് വാഷ് ചെയ്ത് നിങ്ങൾ ഉണക്കി ഇതൊക്കെ ആക്കി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മറ്റേ ടവൽ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് 2 to 3 ടൈംസേ ഒരു ടവൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അടുത്ത് ഈ പറയാൻ പോകുന്ന ഒരു ടിപ്പ് ഉണ്ടല്ലോ, അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് എക്സ്പാൻഡ് ചെയ്ത് പറയേണ്ടതാണ്. വീറ്റ് ഗ്രാസ് ജ്യൂസ്. ഓക്കെ, നമ്മുടെ ഗോതമ്പിൻ്റെ ഇതുണ്ടല്ലോ, ഗോതമ്പിൻ്റെ പുല്ല്, മുളച്ച് വരുന്ന ആ പുല്ലുണ്ടല്ലോ, അതിൻ്റെ ജ്യൂസ് ജസ്റ്റ് നിങ്ങൾ നെറ്റിനകത്തൊന്ന് സെർച്ച് ചെയ്യുക. വാട്ട് ഈസ് വീറ്റ് ഗ്രാസ്, അതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന്.
ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട്, അത് പറഞ്ഞാലും തീരത്തില്ല. ഹെൽത്ത് ബെനിഫിറ്റ് ആയിട്ടുള്ള ഭയങ്കര ഉപയോഗമുണ്ട്. മെയിനായിട്ട് നമ്മുടെ ഈ ഓർഡർ കുറയ്ക്കാനായിട്ട്, നമ്മുടെ ഈ ബോഡിയുടെ സ്മെല്ല് കുറയ്ക്കാൻ, പിന്നെ ഗ്യാസ്ട്രിക് പ്രോബ്ലംസിൻ്റെ, സ്റ്റൊമക് പ്രോബ്ലംസ് അങ്ങനത്തെ ഉള്ള ഒരുപാട് ഇതിന് നല്ലൊരിതാണ്. അത് രാവിലെ വെറും വയറ്റിൽ വീറ്റ് ഗ്രാസിൻ്റെ ജ്യൂസ് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബെറ്റർ ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ലാസ്റ്റ് ആൻഡ് ഫൈനൽ, നിങ്ങളുടെ ഡയറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. മെയിനായിട്ട് ജങ്ക് ഫുഡ്സ് എല്ലാം ഒഴിവാക്കുക. അതിനകത്ത് പിന്നെ അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡി ഓർഡർ കൂട്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ജിഞ്ചർ, പെപ്പർ, പിന്നെ അതുകൊണ്ട് തന്നെ നമ്മുടെ സവാളയൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഇത്. ഇപ്പം നിങ്ങൾ ആലോചിക്കാം, ഇപ്പം ഈ സവാളയൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഇതിനൊക്കെ നല്ലതല്ലേ, കഴിക്കാം, നോ പ്രോബ്ലം. പക്ഷേ നിങ്ങളുടെ ഫുഡ് സ്റ്റൈൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഡയറ്റ് അതേ രീതിയിലത്തുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം. പക്ഷേ ഒരുപാട് സ്പൈസി ഫുഡ്, പിന്നെ അതുകൊണ്ട് തന്നെ ഒരുപാട് ജങ്ക് ഫുഡ്സ് എല്ലാം കഴിച്ചിട്ട് വീണ്ടും ഈ സലാഡിനകത്തൊക്കെ നമ്മളുടെ എന്താ പറയുന്ന ഓണിയൻസും എല്ലാം ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഷുവറായിട്ട് നമ്മുടെ ബോഡി ഓർഡറൊക്കെ ഒരുപാട് കൂടാനായിട്ട് ഇതാവും, ഒരുപാട് സ്മെല്ലാവും. ഹൈഡ്രേറ്റഡ്, നല്ലതായിട്ട് ഒരുപാട് വെള്ളം കുടിച്ച് എത്രത്തോളം ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കുക, എത്രത്തോളം ടോക്സിൻസ് എലിമിനേറ്റ് ചെയ്യാവും. ചില ആൾക്കാർക്ക് ഈ തണുപ്പ് കാലമാകുന്ന സമയത്ത് വെള്ളം കുടിക്കാൻ തോന്നുന്നില്ല. കുടിക്കാൻ തോന്നിയില്ലെങ്കിലും കുടിച്ചു കഴിഞ്ഞാൽ അത് യൂറിനകത്തൂടെ പാസ്സായി പോകുമ്പോൾ ഒരുപാട് നമ്മളുടെ ദേഹത്തുള്ള ടോക്സിൻസ് എല്ലാമാണ് സെക്രീറ്റ് ചെയ്ത് വെളിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് ഏത് സമയവും ഫ്രഷായിട്ട് നടക്കാവുന്നതാണ്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. എല്ലാവരിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും യൂസ് ആവുമെങ്കിൽ ഷെയർ ചെയ്യുക. അതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ എന്തെങ്കിലും സജഷൻസോ കമൻറ്റ്സോ പുതിയ എന്തെങ്കിലും ടോപ്പിക്സ് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ ബിലോ. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ട്, അതിനകത്തേക്ക് മെസ്സേജ് അയയ്ക്കുക. എനിവേ, ഇനി അടിപൊളി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ ഗൈസ്, ഐ ലവ് യു, ഷുവർ, ബൈ.